जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावन चारि। यमुना तीरावन चारि। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे। राम हरे राम
രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ഗുരുദേവാ ജയ ഗുരുദേവ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ പ്രഭുപാദ ശ്രീല പ്രഭുപാദ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഗൗര ഹരി ബോൾ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഗൗര ഹരി ബോൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മള് വിഭൂതി യോഗം എന്ന ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 10-ാം അധ്യായമാണ് ചർച്ച ചെയ്തു വരുന്നത്. ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചിട്ട് വിവരിക്കാനായിട്ട് അർജുനൻ ആവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ നമ്മളുടെ എല്ലാവരുടെയും അറിവിന് വേണ്ടിയിട്ട് തന്റെ വിഭൂതികളെ എപ്രകാരമാണ് തന്റെ ശക്തികള് ഓരോരോ കാര്യങ്ങളിലും പ്രവേശിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ വിവരിച്ചു തരുന്നത്. നമ്മൾ ശ്ലോകം 28 കഴിഞ്ഞ ആഴ്ച നടത്തിയത്. ശ്ലോകം 29. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാം അര്യമാചാസ്മി യമ സംയമതാമഹം. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാം അര്യമാചാസ്മി യമ സംയമതാം അഹം. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാം അര്യമാചാസ്മി യമ സംയമതാം അഹം. ഹരേ കൃഷ്ണ. ദേവായ അനന്ത വരുണോ യാദസാമഹം പുത്രണാമര്യമാചാസ്മി യമ സംയമതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമ സംയമതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്താസ്മി നാഗാനാം യഥാസാമഹം
പിതൃണാമാര്യമം സംയമം സദാമഹം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മരണോ യാദസാമഹം പിതൃനാമാര്യമാചാസ്മി യമം യമാസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാ ചാസ്മി യമ സംയമതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനന്തചാസ്മി നാഗാനാം വരുണോ യാതസഹം പിതൃണാമര്യമാ ചാസ്മി യമ സംയമതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരപ്രഭാന്റെ വിവർത്തനം ഭാവാർത്ഥം. നാഗാനാം നാഗങ്ങളിൽ വെച്ച് അനന്തഹ അനന്തനും യാദസാം ജലദേവതകളിൽ വെച്ച് വരുണഹ വരുണനും പിതൃണാം പിതൃക്കളിൽ വെച്ച് അര്യമാവും സംയമതാം ശിക്ഷകരിൽ യമഹ യമരാജനും അഹം അസ്മി ഞാനാകുന്നു. നാഗങ്ങളിൽ വെച്ച് അനന്തനും ജലദേവതകളിൽ വെച്ച് വരുണനും പിതൃക്കളിൽ വെച്ച് അര്യമാവും ശിക്ഷകരി യമരാജനും ഞാനാകുന്നു. ഇപ്പൊ ഭഗവാൻ ഒരു ഏരിയയും വിട്ടുന്നില്ല, എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അനന്തശേഷൻ അല്ലെങ്കിൽ ആദിശേഷൻ ഭഗവാന്റെ തന്നെ വിസ്തരണമാണ്. സംഘർഷണൻ അല്ലെങ്കിൽ ആദിശേഷൻ അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ ലക്ഷ്മണനായിട്ട് വന്നതും ദ്വാപരയുഗത്തിൽ ബലരാമനായിട്ട് വന്നതും കലിയുഗത്തിൽ നിത്യാനന്ദ പ്രഭുവായിട്ട് വരുന്നതും എല്ലാം തന്നെ അനന്തശേഷനാണ്. ഭഗവാൻ വിഷ്ണു വിശ്രമിക്കുന്നതും അനന്തശേഷന്റെ മുകളിലാണ്. ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനാണ് അനന്തശേഷൻ. എപ്പോഴും എപ്രകാരം ഭഗവാന് സേവ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അനന്തശേഷനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ മെത്തയാകാം എന്ന് അനന്തശേഷൻ തീരുമാനിച്ചത്. ആ അനന്തശേഷൻ ഭഗവാന്റെ വിസ്തരണമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? യാതസാം ജലദേവതകളിൽ വെച്ച് വരുണഹ വരുണനും. വരുണൻ എന്ന് പറയുന്നത് അതിഥി കശ്യപ ഋഷിമാരുടെ മക്കളിൽ ഒരാളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു ഒരു ശ്ലോകത്തിൽ. അപ്പോ ഋഗ്വേദത്തില് വരുണനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ജലദേവതകളിൽ വെച്ചിട്ട് ജലദേവതകളുടെ എല്ലാം രാജാവാണ് വരുണൻ. ആ വരുണനും ഭഗവാന്റെ തന്നെ വിസ്തരണമാണ്. പിന്നെ പിതൃനാം അര്യമ പിതൃക്കളിൽ വെച്ചൊരു അര്യമാവ്. പിതൃലോകങ്ങളിലെ ഭഗവാന്റെ പ്രതിനിധിയാണ് അര്യമാവ്. അര്യമാവും ഈ അതിഥിയുടെ ഒരു മകൻ തന്നെയാണ്. പിന്നെ സംയമതാം ശിക്ഷകരിൽ വെച്ചിട്ട് യമരാജനും ഞാനാകുന്നു എന്ന് പറയുന്നു. ശിക്ഷകരിൽ ശ്രേഷ്ഠനാണ് യമരാജൻ. തെറ്റ് ചെയ്തവരെ ആരും വെറുതെ വിടില്ല. ദുഷ്കർമ്മികളിൽ ശിക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് യമരാജന്റെ ഡ്യൂട്ടി. അത് മാത്രമല്ല 12 മഹാജനങ്ങളില് ഒരാളാണ് താൻ എന്നുള്ളത് യമരാജൻ തന്നെ തന്റെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്നവരോട് പറയുന്നുണ്ട്. നമ്മളത് ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. 6-ാം സ്കന്ധത്തില് പറയുന്നുണ്ട്. അത് യമരാജൻ തന്നെ പറയുന്നുണ്ട്. സ്വയംഭൂ നാരദ ശംഭു കുമാര കപിലോ മനുഹോ പ്രഹ്ലാദ ജനകോ ഭീഷ്മ ബലി വയ്യാസഖി വയം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മദേവൻ, നാരദ മഹർഷി, പിന്നെ മഹാദേവൻ, കുമാരന്മാര്, കപില മഹാമുനി, സ്വയംഭുവമനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മദേവൻ, ബലി മഹാരാജാവ്, സുഖദേവ് ഗോസ്വാമി, പിന്നെ യമരാജൻ. ഇവരാണ് ഈ
12 മഹാജനങ്ങള്, അവരാണ് ഈ മൊത്തം ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിൽ വേറെ ശ്ലോകത്തിൽ പറയും മഹാജനോയന ഗതസ്സ പന്താഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെല്ലാവരും തന്നെ മഹാജനങ്ങളുടെ പാതയെ പിന്തുടരണം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുകരിക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്കത് അവരുടെ നിർദ്ദേശങ്ങളെ നമുക്ക് അനുസരിക്കാനായിട്ട് സാധിക്കും. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവർ നമുക്ക് തരുന്നതും അവർ സ്വയം അവരുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ മഹാജനങ്ങളെല്ലാവരും ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ്. അത് മാത്രമല്ല നമുക്കെല്ലാം വളരെ അഭിവന്ദ്യരും അതുപോലെ തന്നെ ഗുരുതുല്യരുമാണ് മഹാജനങ്ങള്. ഇപ്പൊ യമരാജൻ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ഗ്രഹമാണ്. യമരാജന്റെ മഹാപാപികളെല്ലാം മരണശേഷം അവിടെ എത്തിച്ചിട്ട് പലവിധത്തിലുള്ള ശിക്ഷകൾക്ക് യമരാജൻ വിധേയനാക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഭഗവാൻ കൃഷ്ണന് അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിന് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളത്, അവരെ ഒരിക്കലും യമരാജൻ തൊട്ടുപോലും നോക്കില്ല, ആ വശത്തേക്ക് പോലും നോക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഒരിക്കൽ തുളസി മഹാത്മ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഏത് വീട്ടിലാണോ തുളസി നട്ട് നമ്മൾ വെള്ളമൊഴിക്കുന്നത് ആ വീട്ടിലേക്ക് യമരാജൻ വളരെ ദൂരെ നിന്ന് അകന്നു പോകുന്നത്. യത് ഗൃഹേ തുളസി ബാധിരേക്ഷജനസേജനയ്ക്ക് തദ്ഗൃഹം യമദൂതശ്ച ദൂരതോ വർദ്ധയന്തി എന്ന് പറയുന്നുണ്ട്. അതായത് യമദൂതന്മാർ ആ പ്രദേശത്തേക്ക് പോലും വരില്ല. ഏത് വീട്ടിലാണ് തുളസി നട്ടിട്ട് നമ്മൾ അതിന് പൂജ ചെയ്യുക, ആരതി ചെയ്യുക, നമ്മളതുപോലെ തന്നെ വെള്ളമൊഴിക്കുക, അതെല്ലാം ചെയ്യുമ്പോൾ യമദൂതന്മാർ ആ പ്രദേശത്തേക്ക് പോലും വരില്ല. അപ്പോൾ ഭഗവാന്റെ ഭക്തനാകുക എന്നുള്ളതാണ് യമരാജന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം, ഉത്തമമായിട്ടുള്ള മാർഗം. ആ യമരാജനും ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. കാരണം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് യമരാജൻ തന്റെ ഡ്യൂട്ടികളെല്ലാം തന്നെ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 30. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകാലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയം ച പക്ഷിണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദാചാസ്മി ദൈത്യാനാം കാലകാലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനേതേയശ്ച പക്ഷിണാം. ഹരേ കൃഷ്ണ. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദച്ചാമി ദൈത്യാനാം കാലകാലയതാമഹം മൃഗാണോ ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകാലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദാചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശില പ്രഭുവായൂർ ഭാവാർത്ഥം.
ദൈത്യാനാം ദൈത്യന്മാരിൽ വെച്ച് പ്രഹ്ലാദനും കലയതാം കീഴ്പ്പെടുത്തുന്നതിൽ വെച്ച് കാലവും മൃഗാണാം വന്യമൃഗങ്ങളിൽ വെച്ച് മൃഗേന്ദ്ര സിംഹവും പക്ഷീണാം പക്ഷികളിൽ വെച്ച് വൈനതേയ ഗരുഡനും അഹം അസ്മി ഞാനാകുന്നു. ദൈത്യന്മാരിൽ വെച്ച് പ്രഹ്ലാദനും കീഴ്പ്പെടുത്തുന്നതിൽ വെച്ച് കാലവും വന്യമൃഗങ്ങളിൽ വെച്ച് സിംഹവും പക്ഷികളിൽ വെച്ച് ഗരുഡനും ഞാനാകുന്നു. ആദ്യത്തെ പറയുന്നത് എന്താണ്? ദൈത്യാനാം ദൈത്യന്മാരിൽ വെച്ചിട്ട്. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാര്. അസുരന്മാരിൽ വെച്ചിട്ട് ഭഗവാൻ പറയുന്നു ഞാൻ പ്രഹ്ലാദനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവതന്റെ പ്രാതിനിധ്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ദേവന്മാരുടെ മാത്രം സപ്പോർട്ടറാണ് എന്ന് ഭഗവാൻ പറയുന്നില്ല. അസുരന്മാരുടെയും കുലത്തിലെ ഭഗവാൻ തന്റെ പ്രാതിനിധ്യം കാണിക്കുന്നുണ്ട്. ആരിൽ കൂടെ? പ്രഹ്ലാദനിൽ കൂടെ. എന്തുകൊണ്ടാണ്? പ്രഹ്ലാദൻ ഭഗവാന്റെ ഒരു ഭക്തനായിരുന്നു. ഇത് നാരദമുനി നേരത്തെ ഇത് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹിരണ്യകശിപുവിന്റെ പത്നിയെ ഈ ദേവേന്ദ്രൻ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വന്നിട്ട് പറഞ്ഞു, നീ ഇവളെ പിടിച്ചു കൊണ്ടുപോകരുത്. അപ്പൊ പറഞ്ഞു, ദേവേന്ദ്രൻ പറഞ്ഞു, ഇവളുടെ വയറ്റിൽ വളരുന്ന ഒരു അസുരക്കുട്ടിയാണ്. അപ്പോ ഇപ്പോഴേ അതിനെ നശിപ്പിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഹിരണ്യകശിപുവിനെ പോലെ വീണ്ടും ഒരു ഭാര്യയായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ ഇതിനെ നശിപ്പിച്ച് കളയാം. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, അല്ല, ഇവരുടെ വയറ്റിൽ വളരുന്നത് ഒരു ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോയിട്ട് പരിപാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്റെ ആശ്രമത്തിലേക്ക്. അങ്ങനെ കൊണ്ടുപോയിട്ട് നാരദ മഹർഷി വേണ്ട ശിക്ഷകളെല്ലാം ഈ ഇവർക്ക് കൊടുത്ത സമയത്ത് ഇതെല്ലാം ഗർഭാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പ്രഹ്ലാദന് തീർക്കുകയാണ്. അങ്ങനെ പ്രഹ്ലാദൻ ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനായിട്ട് വളർന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ദൈത്യാനാം എന്ന് പറയുന്നത്, അസുരന്മാരിൽ വെച്ചിട്ട്. നമ്മൾ നേരത്തെ അതിഥിയുടെ മക്കളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ ആരൊക്കെയാണ് അതിഥിയുടെ മക്കളെ പറ്റി നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ദിതിയുടെ മക്കളാണ് ഈ ദൈത്യന്മാര്. അപ്പോ അവരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രഹ്ലാദൻ. അപ്പൊ അതിനർത്ഥം എന്താണ്? കുലം അല്ല പ്രധാനം. പലരും വളരെ അഹങ്കാരത്തോട് പറയും ഞാൻ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ചണ്ടാള കുലത്തിൽ ജനിച്ചാലും ശരി, നിങ്ങള് എന്റെ ഭക്തനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഉത്തമൻ എന്ന് പറയുന്നുണ്ട്. നീതിശാസ്ത്രത്തില് പറയുന്നുണ്ട്, ചണ്ടാലോ ഗജശ്രേഷ്ഠ ഹരിഭക്തി പരായണ ഹരിഭക്തി വിഹീനശ്ച ദ്വിജോപി സ്വപചാതമഹ എന്ന് പറയുന്നുണ്ട്. ഹരിഭക്തി പരായണ, ഹരിഭക്തിയില് പാരായണം ചെയ്തിരിക്കുന്ന ഒരാള് ചണ്ടാളനാണെങ്കിൽ പോലും ദ്വിജശ്രേഷ്ഠ, ബ്രാഹ്മണരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ട് ഞാൻ കണക്കാക്കും എന്ന് പറയുന്നു. അതേസമയം ബ്രാഹ്മണത്തെ കുലത്തിൽ ജനിച്ച ഒരാള് ഹരിഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ സ്വപചാത് അധമഹ എന്ന് പറയുന്നത്, അതായത് നായ്മാംസം ഭക്ഷിക്കുന്ന ഒരാളിലും അധമനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഏത് കുലത്തിൽ ജനിച്ചാലും ശരി, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തനാകുക എന്നുള്ളതാണ്. ഇവിടെ പ്രഹ്ലാദൻ അസുരകുലത്തിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം, ദൈത്യന്മാരിൽ വെച്ചിട്ട് പ്രഹ്ലാദൻ ഞാനാണ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? കലയതാം, കീഴ്പ്പെടുത്തുന്നതിൽ വെച്ച് കാലം. അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, കാലോസ്മി ലോകക്ഷയകർ പ്രവൃത്ത എന്ന് പറയുന്നുണ്ട്. ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്ത, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന ആ കാലമാണ് ഞാൻ. ഈ ഭൗതിക പ്രപഞ്ചത്തില് ഏതൊന്നിനെയും മാറ്റിമറിക്കാൻ
കഴിവുള്ളത് അത് കാലത്തിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലത്തിനെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മളുടെ ഈ ക്ലൈമറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 2 മാസം കൂടുമ്പോഴും ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ആർക്കെങ്കിലും അതിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. തണുപ്പ് കാലത്ത് തണുപ്പ് വരും, ചൂടുകാലത്ത് ചൂട് വരും. അതുപോലെ തന്നെ മഴക്കാലത്ത് മഴ പെയ്യും. ചിലപ്പോൾ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലങ്ങളെല്ലാം മാറി മാറി വരുന്നുണ്ട്. അപ്പോ ആ കാലവും ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. പിന്നെ പറയുന്നത് എന്താണ്? മൃഗാണാം മൃഗേന്ദ്ര, വന്യമൃഗങ്ങളിൽ വെച്ചിട്ട് സിംഹം. സിംഹത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആയുസ്സൊന്നുമല്ല. മനുഷ്യർക്കൊക്കെ 60-70 വയസ്സുണ്ടാവുമ്പോൾ സിംഹത്തിന് വെറും 25 വയസ്സ് ആയുസ്സേ ഉള്ളൂ. പക്ഷെ വളരെ ഭയാനകമാണ്. അത് മാത്രമല്ല നമുക്കൊക്കെ ആപത്കാരിയും ആണ് അല്ലെ സിംഹം എന്ന് പറയുന്നത്. നമുക്ക് സിംഹത്തിനോട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് ഒരു സിംഹത്തിന്റെ ഭക്തനാകാനായിട്ട് സാധിക്കും. ആരുടെ? അത് നരസിംഹത്തിന്റെ. ഹാഫ് ലയൺ ഹാഫ് മാൻ. അത് ആ നരസിംഹസ്വാമി എന്ന് പറയുന്ന ഭഗവാൻ തന്നെയാണ് നരസിംഹ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? തന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദന് വേണ്ടിയിട്ട്. സത്യം വിദാതും നിജപത്യ ഭാഷിതം, തന്റെ ഭക്തന്റെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട്, ഈ തൂണിനകത്ത് ഉണ്ട് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു, അങ്ങനെ നീ പറയാണ് എല്ലാ സ്ഥലത്തും ഭഗവാനുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തൂണിനകത്ത് നിന്റെ ഭഗവാനുണ്ടോ എന്ന് പറഞ്ഞു. പ്രഹ്ലാദന് സംശയം കൂടാതെ പറഞ്ഞു, ഒരു സംശയവും ഇല്ല എനിക്ക് ആ കാര്യത്തില്. ഭഗവാൻ ആ തൂണിനകത്തുണ്ട്. അപ്പൊ ആ തൂണടിച്ച് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഭഗവാൻ നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല. കാരണം ഹിരണ്യകശിപുവിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഭഗവാനാണ് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് സുദർശനം അയച്ചാൽ മതി. പക്ഷെ അതല്ല, ബ്രഹ്മദേവൻ കൊടുത്ത വരത്തിനെ സാർത്ഥകമാക്കണം. അതിലും ഉപരിയായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു ഈ തൂണിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്റെ വാക്കുകളെ സാർത്ഥകമാക്കണം. സത്യം വിദാതും നിജപ്രത്യഭാഷിതം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ നരസിംഹരൂപം എടുത്തുകൊണ്ട് ഈ തൂണിനകത്തുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? മൃഗേന്ദ്ര, വന്യമൃഗങ്ങളിൽ വെച്ചിട്ട് ഞാൻ സിംഹമാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് എന്താണ്? പക്ഷിണാം വൈനതേയ, പക്ഷികളിൽ വെച്ചിട്ട് ഗരുഡനും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഗരുഡന്റെ പ്രത്യേകത എന്താണ്? ഗരുഡൻ ഭഗവാന്റെ വാഹനം കൂടിയാണ്, അല്ലെ വിഷ്ണു വാഹനമാണ്. വളരെ വളരെ സ്പീഡില് ഗരുഡന് പറക്കാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും ഗരുഡന്റെ സ്പീഡ് പോലും പോരാ എന്ന് തോന്നുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് അത്? ഗജേന്ദ്ര മോക്ഷ സമയത്ത് ഗജേന്ദ്രൻ താഴെ നിന്ന് വിളിച്ചപ്പോൾ ഗരുഡന്റെ മുകളിൽ ഭഗവാൻ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോ ഗരുഡന് സ്പീഡ് പോരാ എന്ന് തോന്നിയിട്ട് ആ സന്ദർഭത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ഗരുഡന്റെ പുറത്തു നിന്നും ചാടി ഇറങ്ങിയിട്ട് അങ്ങനെ പറന്നു വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഗരുഡനാണ് ഭഗവാന്റെ ആ വാഹനം. അത് മാത്രമല്ല, ഗരുഡൻ ഭഗവാന്റെ ഒരു ഭക്തനുമാണ്. നമുക്ക് കാണാം, ഏതൊരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും തൊട്ട് മുമ്പിൽ തന്നെ ഗരുഡ സ്തംഭം ഉണ്ടാകും, ഗരുഡന്റെ പ്രതിഷ്ഠ ഉണ്ടാവും. ആദ്യം ഗരുഡനെ നമസ്കരിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് തന്നെ. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ പോയ സമയത്ത് ആ ഗരുഡസ്തംഭത്തിന്റെ അവിടെ നിന്ന് ദർശനം എടുക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു ഭക്ത വന്നിട്ട് അവർക്ക് താഴെ നിന്നുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ തോളത്തിൽ ഗരുഡസ്തംഭത്തിൽ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനം എടുക്കുന്നതായിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കും. രണ്ടു തരമാണ് ഗരുഡന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, അമൃത് കുടിക്കാതെ തന്നെ അമരത്വം, ആ വരം ഭഗവാൻ കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ താൻ എപ്പോഴും ഭഗവാന്റെ വാഹനമായിട്ടിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ ചെയ്തപ്പോൾ ഭഗവാൻ പറഞ്ഞു തഥാസ്തു, ആ വരവും ഞങ്ങൾക്ക് സാധിച്ചു തരാം. അപ്പൊ ഈ രണ്ടു വരവും ആണ് ഭഗവാൻ ഗരുഡന് കൊടുത്തിരിക്കുന്നത്. ശ്ലോകം 31. പവനഃ പവതാമസ്മി രാമഃ
शस्त्रभृतामहं जषाणां मकरश्चास्मि स्रोतसाम् अस्मि जानवी पवनः पवदाम् अस्मि रामः शस्त्रभृतामहं जषाणां मकरश्चास्मि स्रोतसाम् अस्मि जानवी पवनः पवदामस्मि रामः शस्त्रभृतामहं जषाणां मकरश्चास्मि स्रोतसाम् अस्मि जानवी। ॐ नमो भगवते वासुदेवाय पवनः पवदास्मि रामः शस्त्रभृतामहं चषाषाणां मकरश्चास्मि चषाणां मकरश्चास्मि स्तोत्रास्मि जानवी हरे कृष्ण। हरे कृष्ण। ओम श्री गुरुभ्यो नमः। पवन पवतास्मि मम शस्त्राभ्यामहं छषाणां मकरश्चास्मि स्रोतसामस्मि जाह्नवी। हरे कृष्ण। हरे कृष्ण। पवनः पवतास्मि रामः शस्त्रभृतामहं चक्षणां मकरचास्मि स्रोतसास्मि जानवी। हरे कृष्ण। पवदाम् अस्मि पवदास्मि अല്ല पवदाम् अस्मि। कृष्ण पवन पवतामस्मि रामा शस्त्रभृतामहं यशाणां मकरच्चास्मि स्रोतसाम् अस्मि जानवी। कृष्ण प्रभु। हरे कृष्ण। पवन पवदास्मि रामशास्त्रभृतामहं दशानां मकरच्चामि स्रोतसास्मि जाह्नवी। हरे कृष्ण। ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥം പവതാം ശുദ്ധീകരിക്കുന്നതിൽ വെച്ച് പവനഹ വായുവും ശസ്ത്രഭൃതാം ആയുധധാരികളിൽ വെച്ച് രാമഹ രാമനും ജഷാണ മത്സ്യങ്ങളിൽ വെച്ച് മകരഹ മകരമത്സ്യവും സ്രോതസാം നദികളിൽ വെച്ച് ജാനവി ഗംഗാ നദിയും അഹം അസ്മി ഞാനാകുന്നു. ശുദ്ധീകരിക്കുന്നതിൽ വെച്ച് വായുവും ആയുധധാരികളിൽ വെച്ച് രാമനും മത്സ്യങ്ങളിൽ വെച്ച് മകരമത്സ്യവും നദികളിൽ വെച്ച് ഗംഗാ നദിയും ഞാനാകുന്നു. പവനഹ വായു. ഒരുപാട് ഈ ശുദ്ധീകരിക്കുന്ന വസ്തുക്കളുണ്ട് അല്ലേ. ഇപ്പൊ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ശുദ്ധീകരിക്കുന്ന വസ്തുക്കൾ ഒരുപാട് കെമിക്കൽസും വരുന്നുണ്ട്. പക്ഷെ വാസ്തവത്തില് അതൊന്നും ശുദ്ധീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്ന വായുവാണ്. ഇപ്പൊ ഒരു ദുർഗന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കാറ്റിന്റെ ശക്തി കൊണ്ട് ആ ദുർഗന്ധം അകന്നു പോകും അല്ലെ. വായുവിന് എല്ലാ സ്ഥലത്തും പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വായു സർവത്ര ഗോ മഹാൻ എന്ന് പറയുന്നത്. ഏതൊരു പ്രദേശത്തും ഏതൊരവസ്ഥയിലും പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് വായു. തൈത്തരീയ ഉപനിഷത്തില് പറയുന്നുണ്ട് നമസ്തേ വായോഹോ ത്വമേവ പ്രത്യക്ഷ ബ്രഹ്മാസി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ വായു എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. നമുക്കറിയാം കൊറോണ സമയത്തെല്ലാം ഈ ഓക്സിജൻ സിലിണ്ടർ എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ഓക്സിജൻ സിലിണ്ടറാണ് ഓരോ ഹോസ്പിറ്റലിലും വിറ്റഴിച്ചിരുന്നത്. കാരണം നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഭഗവാൻ നമുക്ക് ഈ അന്തരീക്ഷത്തിൽ തന്നിരിക്കുന്ന ഈ ഓക്സിജൻ അതിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാനോട് എത്രമാത്രം കടപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽമരം രാത്രി സമയത്ത് പോലും ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? ഒന്ന് മ്യൂട്ട് ചെയ്യൂ മാതാജി. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആൽമരമുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകും.
അപ്പോ രാത്രി സമയത്ത് പോലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃക്ഷമാണ് ആൽമരം. അപ്പോ നമുക്ക് വളരെ ഒരു ഉന്മേഷം തോന്നും ആൽമരത്തിന്റെ കീഴിൽ പോയി കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണത്? ആ ഓക്സിജന്റെ പ്രഭാവം കൊണ്ടാണത്. അപ്പോ അപ്പൊ അത് വായുക്കൂടെ എപ്പോഴും അങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറികള്, കെമിക്കൽ ഫാക്ടറികള് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതലുള്ളത് വായുവിൽ. അപ്പോ ഈ വായു വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ശുദ്ധീകരിക്കുന്ന വസ്തുക്കൾ വെച്ചിട്ട്. ആ വായുവും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നുള്ളതാണ്. പിന്നെന്താ പറയുന്നത്? ശസ്ത്രപ്രദാം, ആയുധധാരികളിൽ വെച്ചിട്ട് രാമനും. ഇപ്പൊ രാമഹ എന്ന് പറയുമ്പോ ആരാണ്? ഒരുപാട് രാമന്മാരുണ്ട് അല്ലെ. ശ്രീരാമനുണ്ട്, ബലരാമനുണ്ട്, പരശുരാമനുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഭഗവാന്റെ വിഭൂതികളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന രാമൻ എന്ന് പറയുന്നത് പരശുരാമനാണ്. ആയുധധാരികളിൽ വെച്ചിട്ട് രാമനും പറയുന്നുണ്ട്. അപ്പൊ ആ പരശുരാമൻ ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. ത്രേതായുഗത്തിലാണ് പരശുരാമനായിട്ട് ഭഗവാൻ അവതരിച്ച ജമദഗ്നി മഹർഷിക്കും അതുപോലെ തന്നെ രേണുകാ മാതാവിനും മകനായിട്ട് ജന്മമെടുത്തു. മറ്റേ കാർത്തവീര്യാർജുനനെ അദ്ദേഹം വധിക്കേണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണത്? കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ കാമധേനു പശുവിനെ തട്ടിയെടുത്തുകൊണ്ട് പോയി. അപ്പോ വളരെ ശക്തിമാനായിരുന്നു പരശുരാമൻ. പിന്നീട് ശ്രീരാമൻ അവതരിച്ച സമയത്ത് ശ്രീരാമനുമായിട്ട് കണ്ടുമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞു വരുന്ന വഴി, സീതാ സ്വയംവരം കഴിഞ്ഞു വരുന്ന വഴി, പിന്നെ ശ്രീരാമന് സംപ്രീതനായിട്ട് അദ്ദേഹം തന്റെ ആയുധങ്ങളെല്ലാം ശ്രീരാമന് കൊടുത്തിട്ട് അങ്ങനെ വീണ്ടും തപസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ പരശുരാമനും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രതിനിധി പോലുമല്ല, ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ് പരശുരാമൻ. പിന്നെ പറയുന്നത് എന്താണ്? ജഷാണാം മകരഹ, മത്സ്യങ്ങളിൽ വെച്ചിട്ട് ആരാണ്? മകര മത്സ്യം അല്ലെങ്കിൽ സ്രാവ് താനാണ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമായിട്ട് കണക്കാക്കുന്ന 20 മീറ്റർ കൊണ്ട് നീളമുണ്ട് തോന്നും സ്രാവിന്. അപ്പോ മനുഷ്യർക്ക് അപകടകാരിയാണ് അതൊക്കെ ഈ സ്രാവ് എന്ന് പറയുന്നത്. കാരണം അതിനകത്തേക്ക് ഒരുപാട് വസ്തുക്കൾ, കാരണം അതിന്റെ ഈ ഡൈജസ്റ്റീവ് പവർ എന്ന് പറയുന്നത് വളരെ ശക്തിമത്താണ്. അകത്ത് പോയിട്ട് അതിനൊരു ഫാക്ടറി പോലെയാണ് അകത്ത്. അപ്പോ പിന്നെ അത് ഉറങ്ങൂല, രാത്രിയും പകലും ഉറക്കില്ല സ്രാവിന്. അപ്പോ ആ സ്രാവ് ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? സ്രോതസ്സാം, നദികളിൽ വെച്ചിട്ട് ജാനവി, ഗംഗാനദി ഒരു കാലത്ത് ആത്മീയ ലോകങ്ങളിൽ നിന്ന് മാത്രമാണ് പ്രവഹിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വാമനദേവൻ കാലുയർത്തിപ്പോഴത് ബ്രഹ്മാണ്ടത്തിന്റെ വക്കില് കൊണ്ടിട്ട് അങ്ങനെയാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് ഗംഗാനദി പ്രവഹിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ആ ശക്തിയെ തടുത്ത് നിർത്താനായിട്ട് ഭൂമി ദേവിക്ക് സാധിക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് മഹാദേവൻ സ്വയം ആ കർമ്മം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ശിരസിൽ വഹിക്കുകയാണ് ചെയ്യുന്നത് ഗംഗാദേവി. അതുകൊണ്ടാണ് മഹാദേവൻ ഗംഗാധരൻ എന്നുള്ള ആ പേര് കിട്ടിയത് തന്നെ. അത് മാത്രമല്ല ജാനവി എന്തുകൊണ്ടാണ് ജാനു മഹർഷിയുടെ ആശ്രമത്തിൽ കൂടെ ഒഴുകിയതുകൊണ്ട്. അത് മാത്രമല്ല ഒരുപാട് പൂർവികരെ മോക്ഷം കൊടുക്കണം. അപ്പൊ അത് ഗംഗാനദിക്ക് സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും തന്നെ തർപ്പണം ചെയ്യാൻ പോകുന്നതും നമ്മുടെ ബന്ധുക്കളും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ച് നമ്മുടെ അസ്ഥി ഒഴുക്കുന്നതും ഭസ്മം ഒഴുക്കുന്നതും അതുപോലെ തന്നെ വർഷാവർഷം ഈ പിതൃപൂജ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഗംഗാനദിയിലാണ്. നമ്മൾ വർഷത്തിലൊരിക്കൽ ഭീഷ്മദേവന് വേണ്ടിയിട്ട്, കാരണം ഭീഷ്മദേവൻ മക്കളില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഭീഷ്മദേവന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തർപ്പണം ചെയ്യുന്നുണ്ട് ഗംഗാനദിയിൽ പോയിട്ട്. അപ്പൊ ആ ഗംഗാനദി ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 32. സർഗാണാം ആദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാനാം വാദഃ പ്രവദതാമഹം. സർഗാണാം ആദിരന്തശ്ച
മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദഃ പ്രവദതാമഹം സർഗാണാം ആദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദഃ പ്രവദതാമഹം. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാവഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഃ പ്രവദാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർഗാണാമാദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഃ പ്രവദതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർഗാണാമാദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദ പ്രവദതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർഗാണാമാദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാനാം വാദഃ പ്രവദതാമഹം. കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വർഗാണാമാദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദഃ പ്രവദാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാരുടെ വിവർത്തനം ഭാവാർത്ഥവും. അർജുന, ഹേ അർജുന, സർഗാണ സൃഷ്ടിയുടെ, ആദിഹി ആദിയും, മദ്യം ച മദ്യവും, അന്തഃ അവസാനവും, അഹം ഏവച്ച ഞാനാകുന്നു, വിദ്യാനാം ശാസ്ത്രങ്ങളിൽ വെച്ച്, അധ്യാത്മവിദ്യ അധ്യാത്മശാസ്ത്രവും, പ്രവദതാം തർക്കശാസ്ത്രങ്ങളിൽ, വാദഃ നിർണയസത്യവും, അഹം അസ്മി ഞാനാകുന്നു. ഹേ അർജുന, സൃഷ്ടിയുടെ ആദിയും മധ്യവും അവസാനവും ഞാനാകുന്നു. ശാസ്ത്രങ്ങളിൽ വെച്ച് അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയസത്യവും ഞാനാകുന്നു. സർഗാണാം ആദിഹി മദ്യം അന്തച്ച. ഇപ്പോ ഇത് ഭഗവാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഒരു 10 ശ്ലോകങ്ങൾക്ക് മുമ്പ് 20ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഭഗവാൻ അത് വീണ്ടും അത് ഉറപ്പിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ നമ്മള് പറഞ്ഞിരുന്നു 20ാമത്തെ ശ്ലോകത്തില് വിഷ്ണു സ്ത്രീ നിരൂപാണി പുരുഷാഖ്യാൻ എന്നതോ വിദുഹു എന്ന് പറഞ്ഞിരുന്നു. 3 തരത്തിലുള്ള ആ വിഷ്ണു രൂപങ്ങളെ പറ്റിയിട്ട്. അപ്പൊ തുടക്കം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്നുള്ള ആദ്യത്തെ വിസ്തരണം ബലരാമനിൽ നിന്ന് വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, അത് ആദ്യത്തെ ചതുർവ്യൂഹം. പിന്നെ സംഘർഷണിൽ നിന്ന് നാരായണൻ, ആ നാരായണനിൽ നിന്ന് വീണ്ടും വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, അത് 2ാമത്തെ ചതുർവ്യൂഹം. അങ്ങനെ ആ സംഘർഷണിൽ നിന്ന് വീണ്ടും മഹാവിഷ്ണു, കാരണോർദക്ഷായ വിഷ്ണു ഉണ്ടായി. ആ കാരണോർദക്ഷായ വിഷ്ണു അങ്ങനെ യോഗശൈലിയിൽ ശയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് വരുന്ന ആ ബ്രഹ്മാണ്ടങ്ങള്, ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും വീണ്ടും ഗർഭോദക്ഷായ വിഷ്ണുവായിട്ട് ഭഗവാൻ പ്രവേശിക്കുന്നു. അങ്ങനെ അവിടെ ഭഗവാന്റെ പൊക്കിളിൽ നിന്ന് താമര വരുന്നു, താമരയിൽ നിന്ന് ബ്രഹ്മദേവൻ വരുന്നു, ബ്രഹ്മദേവൻ പിന്നെ വിസർഗം, സെക്കൻഡറി ക്രിയേഷൻ നടത്തുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന ഓരോ ജീവജാലങ്ങളിലും ഭഗവാൻ വീണ്ടും പരമാത്മാവ് അല്ലെങ്കിൽ ക്ഷീരോദക്ഷായ വിഷ്ണുവായിട്ട് പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മള് 20ാമത്തെ ശ്ലോകത്തിൽ നമ്മള് വായിച്ചിരുന്നു, അല്ലെ? അപ്പോ ഇവിടെയും ഭഗവാൻ അത് എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. സർഗാണാം ആദിഹി മധ്യം അന്തഃ, ഇതെല്ലാം തന്നെ ഞാനാണ് എന്നുള്ള ഭഗവാനോട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൃഷ്ടി നടത്തുന്നത് ഭഗവാൻ, സെക്കൻഡറി ക്രിയേഷൻ അല്ലെങ്കിൽ വിസർഗം നടത്തുന്നത് ബ്രഹ്മദേവൻ, പിന്നെ സംഹാരം ചെയ്യുന്നത് മഹാദേവൻ. മഹാദേവനും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തനല്ല. ബ്രഹ്മസംഹിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ഷീരം യഥാതി വികാര വിശേഷ യോഗാ സഞ്ചായതേന ഹിതത പ്രകൃതസ്യ ഹേതോഹോ യശംഭൂതാം അഭിതഥാ സമുപൈത്യ കാര്യാത്
നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശംഭു എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ വിസ്തരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതെല്ലാം തന്നെ ഭഗവാന്റെ പ്രാതിനിധ്യം ഉള്ള വ്യക്തികളാണ്. പിന്നെ പറയുന്നത് എന്താണ്? വിദ്യാനാം, ശാസ്ത്രങ്ങളിൽ വെച്ച് അധ്യാത്മവിദ്യ, അധ്യാത്മശാസ്ത്രവും അതും ഞാനാണ് എന്ന് പറയുന്നു. അധ്യാത്മവിദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വൈദിക ഗ്രന്ഥങ്ങളുണ്ട്. 4 വേദങ്ങള്, പിന്നെ അവയുടെ 6 അംഗങ്ങള്, പിന്നെ ഉപാംഗങ്ങള്, ന്യായശാസ്ത്രം, വേദാന്ത സൂത്രം, പിന്നെ മനുസംഹിത, മതഗ്രന്ഥങ്ങള്, പുരാണ ഗ്രന്ഥങ്ങള്, ഇതിഹാസങ്ങള് തുടങ്ങിയിട്ട് ഒരുപാടുണ്ട്. അപ്പോ അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ആ അറിവ് എന്ന് പറയുന്നത് അധ്യാത്മവിദ്യയാണ്, ആധ്യാത്മിക ജ്ഞാനം. ഇത് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിദ്യാലയങ്ങളിൽ നമുക്കത് ലഭ്യമല്ല. അപ്പോ ഈ അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് കേട്ടറിയണം. കാരണം അദ്ദേഹം ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് എല്ലാം തന്നെ. അപ്പോ ആധ്യാത്മിക വിദ്യ എന്ന് പറയുന്നതാണ് വിദ്യകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 13ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇത് പറയുന്നുണ്ട്. അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യഥതോന്യഥ എന്ന് പറയുന്നുണ്ട്. അമാനിത്തം അതംപിത്തം എന്ന് പറയുന്ന ശ്ലോകത്തിൽ തുടങ്ങിയിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അധ്യാത്മവിദ്യ. അധ്യാത്മവിദ്യ ആ ഒരു അറിവാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം യഥതോ അന്യത, മറ്റുള്ളതെല്ലാം അജ്ഞാനമാണ് എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ആധ്യാത്മിക ജ്ഞാനം വേണം. ആധ്യാത്മിക ജ്ഞാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും നമുക്ക് ഭഗവാന് സേവനം അനുഷ്ഠിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? പ്രവദതാം, തർക്കശാസ്ത്രങ്ങളിൽ വാദഹ, നിർണയ സത്യവും ഞാനാകുന്നു. നമ്മുടെ ശ്രീലപ്രഭുവാര് ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്. വാദഹ, ജൽപഹ, വിദണ്ഡഹ, അതെന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ ജൽപ്പം എന്ന് പറയുന്നത് തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം തന്നെ അയാള് എതിർഭാഗത്തിനെയും ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. അതിനെയാണ് ജൽപ്പം എന്ന് പറയുന്നത്. പിന്നെ വിദണ്ഡം എന്ന് പറയുന്നത് എതിരാളിയെ പരാജയപ്പെടുത്താൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന വാദഗതി. അതേസമയം വാദഹ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള നിഗമനത്തില് എത്തിച്ചേരാം. അതിനെയാണ് നിർണയ സത്യം. ഭഗവാൻ പറയുന്നത് എന്താണ്? പ്രവദതാം വാദഹ, നിർണയ സത്യവും അതും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. വാദഹ യഥാർത്ഥമായിട്ടുള്ള നിഗമനത്തിൽ എത്തിച്ചേരാം. അല്ലാതെ നമുക്ക് നമ്മളുടെ യുക്തി പ്രയോഗിക്കുക, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നതാണ്. പലരും ഉണ്ട് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നവരുണ്ട്. പക്ഷെ അതല്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് ഈ ഭഗവത്ഗീതയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം എന്ന് പേര് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ശ്രീല പ്രഭുപാദരുടെ അഭിപ്രായം അല്ല എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ ശ്രീല പ്രഭുപാദരല്ല എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ആ സമയത്ത് യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിളോ ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീല പ്രഭുപാദരുടെ ഏതൊരു ട്രാൻസ്ലേഷനും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും ആ വ്യത്യാസം എന്താണെന്നുള്ളത്. ശ്രീലാപ്രഭുപാദരുടെ ഭാഗവതം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് 150ഓളം വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കോട്ടുകൾ ശ്രീലാപ്രഭുപാദർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ശ്രീലപ്രഭുപാദർ തന്നെ പറയുന്നത് ഞാൻ എഴുതിയതല്ല, ഭഗവാൻ എന്നെ കൊണ്ട് എഴുതിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനാണ് വാസ്തവത്തില് യഥാർത്ഥത്തിലുള്ള അറിവ്. അപ്പോ പ്രഭുപാദര് പറയുന്നതെല്ലാം തന്നെ യഥാർത്ഥമായിട്ടുള്ള നിഗമനത്തില് നമ്മൾ എത്തിച്ചേരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ വാദഹ, നിർണയ സത്യം ഞാനാണ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാനെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇന്ന് പാണിഹെട്ടി ചീടാദേഹി മഹാമഹോത്സവമാണ്. അപ്പൊ അവിടെയും ആഘോഷിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. അതെ പ്രഭു ഉണ്ട്. ഗുരുവായൂരൊക്കെ പോയിരുന്നു. ആ ഭാരതം പോകുന്നുണ്ട്. ഈ രഥോത്സവത്തിന്റെ തിരക്കിലാണ്. കൊല്ലം രഥോത്സവം 27-ാം തീയതിയാണ്. പ്രഭു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം രഥോത്സവം ഭംഗിയായി. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. എല്ലാവരും വരൂ. പ്രഭുജിയുടെ ആദരവപൂർവ്വം പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ